ഓരോരുത്തരെ എന്നിലേക്ക് ഇങ്ങനെ വരികയാണ്. ഇതാണ് ഓരോ വഴികളും നമ്മളുടെ മുന്നിലേക്ക് വരും. ആകുന്നു എൻ്റെ മക്കൾ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഒരു മോഹമാണല്ലേ, ഒരു കൊച്ചു വീടാണെങ്കിലും സ്വന്തമായിട്ടൊരു വീട് നമ്മൾക്ക് വേണമെന്നുള്ളത്. അതൊരു പക്ഷേ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരുപാട് 2000 സ്ക്വയർ ഫീറ്റിൻ്റെ ആവാം. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത് ചുരുങ്ങിയത് ഒരു 1000 സ്ക്വയർ ഫീറ്റെങ്കിലും, അല്ലെങ്കിൽ പോട്ടെ ഒരു 750 സ്ക്വയർ ഫീറ്റെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ മോഹമാണ് അല്ലേ നമ്മൾക്ക്. അത് പക്ഷേ അങ്ങനെ ഒരു ലക്ഷങ്ങളാണ് ഒരു വീടിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കേണ്ടി വരിക. അപ്പോൾ പലപ്പോഴും പലരും അത് മാറ്റി വയ്ക്കുമോ, അത് ഭയങ്കര ബഡ്ജറ്റാണ്, നമ്മൾക്ക് ഇപ്പോഴൊന്നും പറ്റില്ല എന്ന്. പക്ഷേ അത് സത്യമാണ്, നല്ല ബഡ്ജറ്റാണ്. ഒരു വീട് കെട്ടുക എന്നുള്ളത് ബഡ്ജറ്റുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ അതിനെ കുറച്ചുകൂടി യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് ഇനീഷ്യേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. ഞാൻ വീട് വെച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയാം. അതിൽ നിന്ന് കുറച്ചൊക്കെ ടിപ്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു സന്തോഷമാണ് എനിക്ക്. അതായത് ഞാൻ 2004 സ്ഥലം വാങ്ങി, ഒരു 5 സെൻറ്റ് സ്ഥലം ഞാൻ വാങ്ങിയിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോൾ വീട് കെട്ടണം എന്നുള്ളൊരു പ്ലാനൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴോ ഒരു ദിവസം ഞാനിങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വെറുതെ കയ്യിലാകെ 1 ലക്ഷം മാത്രമേ ഉള്ളൂ കേട്ടോ പൈസ. എൻ്റെ അക്കൗണ്ടിൽ 1 ലക്ഷം മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ആദ്യം തട്ടകത്തിലെ ദേവയുടെ അടുത്താണ് പോയി പ്രാർത്ഥിച്ചത്. എൻ്റെ ഇഷ്ട ദൈവം ശ്രീകൃഷ്ണനാണെങ്കിലും അമ്പലം അടുത്തുള്ളത് ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, വെറുതെ എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, ദേവി ഭഗവതി, ഞാൻ ആഗ്രഹിച്ച പോലൊരു വീട് എനിക്ക് കെട്ടാൻ കഴിയണേ. എൻ്റെ ഒരു ധൈര്യം നിങ്ങൾ നോക്കണം കേട്ടോ. 1 ലക്ഷം രൂപ വെച്ചിട്ട് ഞാനിങ്ങനെ എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പ്രാർത്ഥിച്ചത്? അതിൻ്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതെനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ നമുക്ക് വേറൊരു അവസരത്തിൽ പറയാം. ഞാൻ മനസ്സിൽ എൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാനൊരു വീട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീടിൻ്റെ ഞാൻ എന്ത് ചെയ്തു, ആ വീട് മെഷർമെൻ്റൊക്കെ എടുത്തിട്ട് അതിലെ ഓരോ റൂമിൻ്റെയും മെഷർമെൻ്റ് എല്ലാം എടുത്തു വെച്ചു. അതിൽ ഏറ്റവും എന്നെ അട്രാക്റ്റ് ചെയ്തത് ആ വീട്ടിലെ ഹാളായിരുന്നു കേട്ടോ. അത് ഡ്രോയിങ് റൂം വിത്ത് ഡൈനിങ് ഹാളായിരുന്നു. പക്ഷേ എനിക്കത് കുഴപ്പമില്ലായിരുന്നു, എനിക്ക് അതായിരുന്നു ഇഷ്ടം. അല്ലാതെ ഒരു ഡൈനിങ് റൂം മാത്രം സെപ്പറേറ്റ് ചെറുത് എല്ലാം കുടിച്ച് റൂമുകൾ പോലെയുള്ളത് എനിക്കിഷ്ടമല്ല. കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ഇരിക്കണം, അതാണ് എനിക്കിഷ്ടം. അത് അറ്റ്ലീസ്റ്റ് ഹാളെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഞാൻ വരച്ച് വെച്ചു. ഇനി തെറ്റിപ്പോകരുത്. ഇനിയിപ്പോൾ എന്തെങ്കിലും വീട് കെട്ടുന്ന കാലത്ത് അതിൻ്റെ മെഷർമെൻ്റ് ഒന്നും അറിയാതെ അതേ അളവില്ല, ഇനിയപ്പോൾ അതിൽ കുറച്ച് കൂടിയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ മെഷർമെൻ്റൊക്കെ എഴുതി വെച്ചു. എന്നിട്ട് വെറുതെ ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു ശ്രീകൃഷ്ണ ടെമ്പിളിൽ പോയി അവിടെയും പ്രാർത്ഥിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സ്ഥലം വാങ്ങിയിട്ടത് കേട്ടോ. ചീപ്പായിട്ട് കിട്ടി. അന്ന് ഒരു 17,500 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു സെൻറ്റിന്. ബ്രോക്കർമാരും ഒന്നുമില്ല, ഞങ്ങൾ ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്തതുകൊണ്ട് അത് 17,500 അല്ലെങ്കിൽ 20,000 രൂപ ആവുമായിരുന്നു. അങ്ങനെ 5 സെൻറ്റ് വാങ്ങിയിട്ടു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും, അതായത് ഞാൻ എൻ്റെ വീട്ടിലാണ് മാരേജിന് ശേഷം ഞാൻ താമസിച്ചിരുന്നത്. ഞാനും മൂത്ത മോളും മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് റെൻറ്റിന് താമസിക്കേണ്ടി വന്നു. വീടിന് അടുത്ത് തന്നെയാണ്. അന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോലിക്ക് പോകും, കുട്ടിയെ നമ്മുടെ അടുത്താക്കും. അടുത്താണല്ലോ, വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും മകള് വീട്ടിലെത്തിയിട്ടുണ്ടാവും. എനിക്ക് റെൻറ്റിന് താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഞാനും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്ക് എന്തായാലും ഞാൻ റെൻറ്റിനാണ് താമസിക്കുന്നത്, മാസം എത്ര രൂപ വാടക കൊടുക്കണം. അന്നൊക്കെ തുച്ഛമായ എത്ര ഒരു 20 വർഷം മുൻപുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്.
20 വർഷമായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ റെൻറ്റ് അന്ന് വലിയ കാര്യമായിരുന്നു അത്. ആ റെൻറ്റ് കൊടുക്കണം, അതിൻ്റെ കൂടെ കുറച്ചുകൂടി അങ്ങനെ വേണമെങ്കിൽ ലോൺ എടുക്കണോ വേണ്ടേ, ഇല്ലെങ്കിലും കുഴപ്പമില്ല, നോക്കാം. അത്യാവശ്യം എൻ്റെ ഓർണമെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛന് എൻ്റെ മാരേജിന് ഇട്ട ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ അല്ലറ ചില്ലറ കുറച്ച് പൈസയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് ഞാൻ എന്ത് വിചാരിച്ചു, ശരി എൻ്റെ ആ പ്ലാനിൽ, എൻ്റെ മനസ്സിലുള്ള ആ പ്ലാനിൻ്റെ ഫൗണ്ടേഷൻ കെട്ടിവെക്കാം. ബാക്കി എനിക്ക് ഇരിക്കാൻ തൽക്കാലം എന്ത് വേണം, ഡ്രോയിങ് റൂം എന്തായാലും വേണം, 2 ബെഡ്റൂമും വേണം. അതിൽ തൽക്കാലം ഞാൻ ശരി കിച്ചനാക്കാം. ഒരു ബെഡ്റൂം ഞാനും കുട്ടികളും മാത്രമല്ല, ഒരു ബെഡ്റൂം കിച്ചനാക്കി തൽക്കാലം ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു. കാരണം ഫൗണ്ടേഷൻ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് കെട്ടാലോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് പൈസ വരുന്ന സമയത്ത് അതൊക്കെ കെട്ടാം. അതല്ലെങ്കിൽ ആദ്യം ഫൗണ്ടേഷൻ തന്നെ ഇടണം എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. അപ്പം അങ്ങനെ എല്ലാം ആണ് ഞാൻ പ്ലാൻ ചെയ്ത്, എപ്പോഴും ഞാൻ ആ പ്ലാൻ നോക്കും. പിന്നെ അന്നത്തെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട ബുക്സ്, മന്ത്ലി ബുക്സ് ഉണ്ടല്ലോ, എന്താണ്, വീട്, ഭവനം, അങ്ങനെ കുറേ വീടുകളുണ്ട്. വീടുകളെ പറ്റിയിട്ടാണ്, വീട് എങ്ങനെ കെട്ടാം, വീട് കെട്ടുമ്പോഴുള്ള അതിൻ്റെ ഇൻറ്റീരിയർ വർക്കിനെ കുറിച്ചിട്ട്, എക്സ്റ്റീരിയർ വർക്കിനെ കുറിച്ചിട്ട്, ഇതൊക്കെ ഞാൻ ബുക്ക് സ്റ്റോളിൽ നിന്ന് പോയി വാങ്ങി ഇതെല്ലാം ഞാൻ റെഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം പിന്നെ എൻ്റെ മനസ്സിൽ പ്ലാൻ, ശരി കോൺട്രാക്റ്റ് ഒന്നും കൊടുക്കണ്ട, ഞാൻ തന്നെ നിർത്തി ചെയ്യിക്കുക. കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ കുറച്ച് കോൺട്രാക്റ്റിൻ്റെ ആ ഒരു സർവീസ് ചാർജും കൂടിയൊക്കെ പോകുമ്പോൾ അതും ചിലപ്പോൾ 1-2 ലക്ഷങ്ങൾ ചിലപ്പോൾ. അപ്പോൾ അതാകുമ്പോൾ ഞാൻ തന്നെ നേരിട്ട് ചെയ്താൽ അത് എനിക്ക് സേവ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ദിവസം ഈ പ്ലാൻ എടുത്ത് നോക്കും. അതിൽ റൂം എങ്ങനെ വേണം, ഫ്ലോറിങ് എന്തായിരിക്കണം, അതിൽ ഞാനും എൻ്റെ മക്കളും കൂടി ഇരിക്കുന്നത്, കിടക്കുന്നത്, പിന്നെ അവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നത്, ഇതിനെപ്പറ്റി എല്ലാം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും കേട്ടോ. പകൽ ജോലിക്ക് പോകുമല്ലോ, പിന്നെ രാത്രി സൺഡേ ഒക്കെ ലീവായിരിക്കും. അങ്ങനെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ പ്ലാൻ എടുത്ത് നോക്കും. പിന്നെ ആ ഒരു വിചാരം എന്നിൽ കൂടി വന്നു, വീട് കെട്ടണം എന്നുള്ളൊരു പ്ലാന് എനിക്ക്, ആ ഒരു ആഗ്രഹം കൂടി വന്നു. അപ്പം ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ മാസികയൊക്കെ വായിക്കാനും വീടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വായിക്കാനും എല്ലാം തുടങ്ങിയത് കേട്ടോ. ഭയങ്കര ഹരമായി. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ശരി പ്ലാന് ഞാനൊരു ഏകദേശം അളവാണ്, ഇനിയിപ്പോൾ അത് നമുക്ക് എന്താ പറയുക, അത് നോക്കുന്ന വാസ്തുപ്രകാരം ആ മെഷർമെൻറ്റൊക്കെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് കറക്റ്റാണോ എന്നൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ഞാനത് കാണിപ്പയ്യൂർ ഇതൊന്നും കിട്ടുന്നില്ല, സ്ഥലമൊന്നും എനിക്ക് കിട്ടുന്നില്ല. കാണിപ്പയ്യൂർ പോയി, നമ്മുടെ നാരായണ നമ്പൂതിരി അല്ലേ, നാരായണ നമ്പൂതിരി തന്നെ ആണ് എനിക്ക്, അദ്ദേഹത്തിൻ്റെ മകനാണ് എനിക്ക് പ്ലാൻ വരച്ചു തന്നത്. ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞ അതേ മെഷർമെൻറ്റാണ് എല്ലാറ്റിനും, ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അത് എല്ലാം കറക്റ്റായി ഭയങ്കര സന്തോഷമായി. ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്നതായിരുന്നു എൻ്റെ ഈ വീട് കേട്ടോ. ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാനങ്ങനെ ഓരോ ലേബറിന് ഞാൻ ഇടയ്ക്ക് ഞാനിരിക്കുന്ന അവിടെ നിന്നും ഈ വീട് സ്ഥലം വാങ്ങിയത് കുറച്ച് ഒരു 10-11 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്ന് ഈ സ്ഥലം നോക്കിക്കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഓരോരുത്തരെ പറ്റി അന്വേഷിച്ചു. അതായത് കെട്ടുകാരെ, മേസന്മാരെ കുറിച്ചിട്ടും കാർപ്പൻ്ററെ കുറിച്ചും ഒക്കെ അന്വേഷിച്ചു. എല്ലാവരും എൻ്റെ മുന്നിലേക്ക്, ഞാൻ അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. എൻ്റെ സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോൾ ഒരു മേസൻ വന്ന് ചോദിക്കണം, ചേച്ചി ഇത് ചേച്ചിയുടെ സ്ഥലമാണോ, വീട് കെട്ടാൻ പോവുകയാണോ എന്ന് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു. അവിടുന്ന് അങ്ങനെ ഓരോരുത്തരെ എന്നിലേക്ക് ഇങ്ങനെ വരികയാണ്. ഇതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഭയങ്കര സംഭവമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഓരോ വഴികളും നമ്മളുടെ മുന്നിലേക്ക് വരും. സത്യമാണ്. നിങ്ങളെല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പോഴാണ് ഞാനതൊക്കെ മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് എനിക്കത് മാനിഫെസ്റ്റേഷനാണെന്നൊന്നും അറിയില്ല. എൻ്റെ ആഗ്രഹമായിരുന്നു. എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുപോലെ പ്ലാനൊക്കെ വരച്ച് അത് നോക്കിക്കൊണ്ട് കാലങ്ങൾക്ക് മുന്നിൽ ഇരിക്കുന്നവരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഇതുകൂടി പറഞ്ഞിട്ട് നിർത്താം. അപ്പോൾ എല്ലാവരും എന്നിലേക്ക് വന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് അവരോട് അന്വേഷിക്കുമ്പോൾ ആദ്യമൊക്കെ തുടക്കത്തിൽ അവരായിരുന്നു ശരി, മേസന്മാർ തന്നെ ഈ ടിപ്പറൊക്കെ വിളിച്ച് അവരെ
കല്ല് അസ്ഥിവാരം കെട്ടാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ച് എന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓരോരുത്തരും. ഭയങ്കര സന്തോഷമായിട്ടാണ്. പക്ഷെ അന്നൊന്നും എനിക്ക് 2 വീലർ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ബസ്സിലാണ് അവിടുന്ന് ഇതുവരെ വരിക. അത് കഴിഞ്ഞ് ഇവിടുന്ന് 5 മണിക്ക് പണിക്കാരെല്ലാം മാറിപ്പോയ ശേഷമാണ് ഞാൻ ഇവിടുന്ന് അവിടെ എത്തുക. അവിടെ എത്തുമ്പോൾ 1 മണിക്കൂർ വേണം ഇവിടുന്ന് അവിടെ എത്താൻ. മക്കൾ അതുവരെ നമ്മുടെ അടുത്ത് ഉണ്ടാവും, അമ്മയും അച്ഛനും ഉണ്ട് അവിടെ, അവരുടെ അടുത്തുണ്ടാവും. പക്ഷെ അതുകൊണ്ട് കുട്ടികളുടെ കാര്യം സേഫാണ്. അതിലൊന്നും എനിക്ക് പേടിയുണ്ടായിരുന്നില്ല. കാരണം അമ്മയും അച്ഛനും പൊന്നുപോലെ നോക്കുന്നുണ്ടായിരുന്നു അവരെ. അപ്പോൾ വീട്ടിൻ്റെ ഒരു കാര്യം മാത്രമേ എനിക്ക് ആ സമയത്ത് ചിന്തകളുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ കെട്ടിയത് എല്ലാം. പിന്നെ ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് ഈ മെറ്റലും സിമെൻറ്റും മണലും എല്ലാം ഞാൻ തന്നെ അവരെ ഡയറക്റ്റായിട്ട് വിളിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് മറ്റേത് അവരുടെ കമ്മീഷനും കൂടി ഉണ്ടാകുമല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ വിളിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മക്കളെ എന്താ ഞാൻ പറയുക, അങ്ങനെ എൻ്റെ ഈ വീട് എന്ന എൻ്റെ സ്വപ്നം, ഞാൻ ആ പ്ലാനിൽ വരച്ച ആ വീട് എൻ്റെ സ്വന്തമായി. ഞാൻ വിചാരിച്ചതിനേക്കാളും. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ 1 ലക്ഷം വെച്ചിട്ടാണ് എൻ്റെ കയ്യിൽ. പക്ഷെ എൻ്റെ കയ്യിൽ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുപോയി എൻ്റെ അച്ഛൻ തന്നതാകുമ്പോൾ എനിക്ക് വിൽക്കാമല്ലോ. അത് വിൽക്കാൻ പറ്റുന്നതൊക്കെ വിറ്റു. പിന്നെ അല്ലാതെ കുറച്ച് പൈസകൾ, പിന്നെ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ പൈസകൾ ഞാൻ ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞ വ്യക്തികൾ എനിക്ക് ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിൽ അവരെനിക്ക് പണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നു. ബാങ്കിൽ നിന്ന് ലോണൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ ചോദിച്ചു, അവർ വില്ലിങ് ആയിരുന്നു, തന്നു. അങ്ങനെ എൻ്റെ ഈ വീട് ഞാൻ ഫിനിഷ് ചെയ്തു. ഞാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയിൽ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ഈശ്വരാനുഗ്രഹം നല്ലോണം ഉണ്ട് കേട്ടോ. ഞാൻ എന്നും ഈശ്വരനെ വിചാരിക്കുകയായിരുന്നു. ഈശ്വരനെ വിചാരിച്ചാൽ നമ്മൾ എന്തൊക്കെ വിചാരിക്കുന്നു നമ്മൾ പോലും അറിയാതെ ആ കാര്യങ്ങൾ, നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ കുറച്ച് വൈകിയാലും എല്ലാം നടന്നു കിട്ടും. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഈശ്വര ചിന്ത വേണം, പ്രാർത്ഥന വേണം, അമ്പലത്തിൽ പോകണം. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന അവിടെ ഇരുന്ന് ഇടയ്ക്കൊക്കെ ആ ഒരു സ്മരണയുണ്ടല്ലോ ഈശ്വരനെ, ഭഗവാനെ കുറിച്ച്, അത് തന്നെ നമുക്ക് അപാര ശക്തിയാണ് കേട്ടോ നമുക്ക് തരുന്നത്. ആരും നമ്മൾക്ക് ഇല്ലെങ്കിലും എനിക്കൊക്കെ ഒരു സമയത്ത് എല്ലാവരും എന്നിൽ നിന്ന് അകന്നു. എൻ്റെ മക്കൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ശരിക്കും ഭയങ്കര ശക്തിയോടെ കരുത്തോടെ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയത് എൻ്റെ പ്രാർത്ഥനയായിരുന്നു കേട്ടോ. നമുക്ക് ഈശ്വരൻ ഉണ്ടെങ്കിലുണ്ടല്ലോ, ആരും ഇല്ലെങ്കിലും നമ്മൾക്ക് ഒരു പ്രശ്നവുമില്ല. അത്ര ധൈര്യമാണ് നമ്മൾക്ക് മുന്നോട്ട് പോവാൻ. ഇതൊക്കെ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് കേട്ടോ. ആ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. നിങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കൂ നിങ്ങൾക്ക് എന്താ ഇത് എടുക്കണോ വേണ്ടേന്നുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയണം. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ആ വീട്ടിലാണ് മക്കളെ ഞാനിപ്പോൾ ഇരിക്കുന്നത്. എന്തൊരു സന്തോഷമാണ് അറിയോ. ഇടയ്ക്കെല്ലാം പറഞ്ഞു വന്നപ്പോഴേ മനസ്സൊന്ന് പതറി സന്തോഷം കൊണ്ട്. അങ്ങനെ മക്കളെ, ആ വീട്ടിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ അമ്മ, എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവരുമായിട്ട് ഞാൻ സന്തോഷമായിട്ട് ഞാൻ ജീവിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്കും ഇതെല്ലാം പറ്റും. നിങ്ങൾ സ്വപ്നം കാണും. നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം എന്താണ്, നിങ്ങൾക്ക് ഏത് കാര്യമാണ് നടക്കേണ്ടത് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുള്ള കാര്യങ്ങളെ നടക്കുള്ളൂ കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ശരി എനിക്ക് ഒരു കാറ് വേണം എന്ന് പറഞ്ഞിട്ട് അത് ഉള്ളിൽ നിന്ന് വരുന്നതല്ല, അപ്പം തോന്നുന്ന ഒരു വികാരം. പക്ഷേ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ശരി ഞാൻ എങ്ങനെ ചെയ്തു നോക്കാം, അങ്ങനെ അല്ല. അത് നമ്മൾ എന്താ ഞാൻ പറയുക, ഇപ്പോൾ എൻ്റെ നമുക്ക് അത്ര ആഗ്രഹമായിരിക്കണം. അതിന് ആ ഒരു ഫീല് നമ്മൾ മനസ്സിൽ കൊടുക്കണം, ഭാവനയിൽ കാണണം അതൊക്കെ. ഇപ്പം ഞാൻ ആ വീട് പ്ലാൻ കെട്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് അയ്യോ ഇത് നടക്കണം, ഇതുപോലൊരു വീട് കെട്ടണം. സംശയമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ മുഴുവൻ കെട്ടാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും ഞാൻ കെട്ടുമല്ലോ. അത്യാവശ്യം ആ ഹാളും 2 ബെഡ്റൂമും അതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ
ഞാൻ അതേ വിചാരിച്ചുള്ളൂ. പക്ഷെ നടന്നത് മുഴുവൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ സ്വപ്നം കാണുക, അതിലിരിക്കുന്നത് പോലെ. ഇപ്പോൾ വീട് കെട്ടാനാണെങ്കിൽ അതിലിരിക്കുന്നത് പോലെ കാണുക. അതിൻ്റെ എക്സ്റ്റീരിയർ എങ്ങനെ വേണം, ഇൻറ്റീരിയർ എങ്ങനെ വേണം, അങ്ങനെ ഉള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അതിൽ നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ ഞാൻ കണ്ടു. പക്ഷെ അതൊക്കെ നടന്നു, എല്ലാം നടന്ന് സന്തോഷമായിട്ട് ഇരിക്കണം. അപ്പോൾ എല്ലാവരും നമുക്ക് ആഗ്രഹിക്കാൻ, നമുക്ക് നടക്കാൻ, ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല. എല്ലാം നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ പക്ഷെ മുന്നിട്ട് ഇറങ്ങണം. എനിക്ക് വീട് കെട്ടണം എന്നും പറഞ്ഞ് ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് വീട് കെട്ടണം എന്ന് പറഞ്ഞ് ഇരുന്നാലൊന്നും വീട് കെട്ടില്ല. ഈ ജന്മം നിങ്ങൾ വീട് കെട്ടില്ല. പക്ഷെ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നിങ്ങൾ എടുക്കണം. നമ്മളൊരു 2 അടിയെങ്കിലും മുന്നോട്ട് വെക്കണം. അപ്പോഴേ എല്ലാ കാര്യങ്ങളും നമ്മിലേക്ക് വരുള്ളൂ. അപ്പോൾ വീഡിയോ ലെങ്തി ആയി പോകും. ഇനി അടുത്ത വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും